5 ദിവസത്തേക്ക് ഇറാന്റെ ഊർജ്ജ നിലയങ്ങളെ ആക്രമിക്കില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും പശ്ചിമേഷ്യൻ യുദ്ധം അയയുമെന്ന പ്രതീക്ഷയിലായിരുന്നു ലോകരാജ്യങ്ങൾ. പക്ഷെ അതിനുശേഷവും കനത്ത ആക്രമണം ഇറാനുമേൽ ഇസ്രായേലും അമേരിക്കയും അഴിച്ചുവിടുകയാണ്. ഇറാനുമായുള്ള ചർച്ചയിൽ പുരോഗതിയുണ്ട് എന്നൊക്കെ ട്രംപ് പറയുമ്പോഴും ഒരു തരത്തിലുള്ള സാവകാശവും ഇറാൻ നൽകാതെയുള്ള ആക്രമണമാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. തങ്ങളുടെ 2 വാതക പ്ലാന്റുകൾ കഴിഞ്ഞ ദിവസം ആക്രമിച്ചു എന്ന് ഇറാൻ പറയുന്നു. ഒരു പൈപ്പ് ലൈനും ആക്രമിച്ചു എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഖൊറം ഷഹറിലെ പവർ പ്ലാന്റും പൈപ്പ് ലൈനും ഇസ്ഫഹാനിലെ ഊർജ്ജ നിലയവുമാണ് ആക്രമിക്കപ്പെട്ടത്. വാതക വിതരണത്തിൽ തടസ്സമുണ്ടായിട്ടില്ലെന്ന് പ്രവിശ്യ ഗവർണർ പറയുന്നുണ്ട്. ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ തിരിച്ചടിക്കും എന്ന് ഇറാൻ തുടർച്ചയായി പറയുന്ന പശ്ചാത്തലം പ്രധാനമാണ്. പക്ഷേ അപ്പോഴും ഈ പ്രദേശങ്ങളെ ആക്രമിക്കുന്നത് വളരെ പരമപ്രധാനമായ കാര്യമായി മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഇറാന്റെ 50-ലധികം കേന്ദ്രങ്ങൾ ഇന്നലെ ആക്രമിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലിലെ ടെൽ അവീവിലേക്കും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയ പശ്ചാത്തലമുണ്ടായിരുന്നു. 6 പേർക്കാണ് പരിക്കേറ്റത്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധം ഭേദിച്ച് ഇറാന്റെ 100 കിലോഗ്രാം ഭാരമുള്ള പോർ മിസൈലുകൾ ഒന്ന് സെൻട്രൽ ടെൽ അവീവിൽ വീണു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പാർപ്പിട സമുച്ചയത്തിനടക്കം കേടുപറ്റി. ഒപ്പം കുവൈറ്റിലേക്കും ഇറാൻ ആക്രമണം ഉണ്ടായി. ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനിടെ മിസൈലിന്റെ അവശിഷ്ടം വീണ് വൈദ്യുതി ലൈൻ തകർന്ന് വൈദ്യുതി മുടങ്ങിയ പശ്ചാത്തലം കുവൈറ്റിൽ ഉണ്ടാവുകയാണ്. ഇതിനിടയിൽ സൗദിയിലേക്ക് വന്ന ഡ്രോണുകൾ തടുത്തു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലം ഏറെ ഗൗരവതരമായി മാറുന്ന സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ട്രംപിന്റെ നിലപാടിന് അല്ലെങ്കിൽ ഉറപ്പിന് ആയുസ്സുകൾ ഉണ്ടായിരുന്ന മണിക്കൂറുകളുടെ മാത്രം ആയുസ്സാണ്. അത് ട്രംപിനെ പോലെ ഒരു നേതാവ് ഇത്തരത്തിൽ പറയുമ്പോൾ അതൊരു ഏകോപനമില്ല. ഒപ്പം എന്താണ് ആക്രമിക്കുന്ന ഇസ്രായേലുമായി ചർച്ച ചെയ്യുന്നില്ല. ഏകപക്ഷീയമായ പ്രഖ്യാപനം വരുന്നു. പക്ഷെ അപ്പോഴും ആക്രമണം തുടരുന്നു. എന്ത് മനസ്സിലാക്കണം? സമാധാനം അകലെ എന്നല്ലേ? രഞ്ജിത്ത്, മണിക്കൂറിന് നിലപാട് മാറ്റുന്ന ട്രംപ് ഇക്കാര്യത്തിലും ആ സ്വഭാവം വിട്ടിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 5 ദിവസത്തേക്ക് താൽക്കാലിക വെടിനിർത്തൽ എന്ന ഒരു തീരുമാനത്തിലേക്കാണ് നേരത്തെ പോയത്. അങ്ങനെ ഒരു പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയത്. എന്നാൽ ഈ പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു. അത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത സേനാ വിഭാഗമാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാൻ തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. 5 ദിവസത്തേക്ക് പ്രത്യേകിച്ച് ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്നായിരുന്നു ട്രംപിൻ്റെ ഉറപ്പ്. എന്നാൽ എവിടെയാണോ ആക്രമിക്കില്ലെന്ന് പറഞ്ഞത് ആ കേന്ദ്രങ്ങളെ തന്നെ ആക്രമിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നത്. അതിൽ 2 വാതക പ്ലാന്റുകളും ഒരു പൈപ്പ് ലൈനും ആക്രമിച്ചെന്ന് ഇറാൻ്റെ അറിയിപ്പ് വന്നിരിക്കുന്നു. ഖൊറം ഷഹറിലെ പവർ പ്ലാന്റും പൈപ്പ് ലൈനും ഇസ്ഫഹാനിലെ ഊർജ്ജ നിലയവുമാണ് ആക്രമിക്കപ്പെട്ടത്. എന്നാൽ കാര്യമായ മറ്റ് കേടുപാടുകളോ ഊർജ്ജ വിതരണത്തിൽ ഇതുവരെ നടക്കുന്ന കാര്യങ്ങളിലെ വിതരണത്തിൽ തടസ്സമോ ഇല്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ ടെൽ അവീവിലേക്ക് ഏതാണ്ട് 100 കിലോ ഭാരമുള്ള പോർമുന വഹിച്ച മിസൈലാണ് പതിച്ചത്. കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. ചില മരണവും ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് പശ്ചിമേഷ്യൻ സംഘർഷത്തിന് യാതൊരു വിധത്തിലുള്ള അയവും ഇല്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നു. ട്രംപ് ഓരോ ദിവസവും പല നിലപാടുകൾ സ്വീകരിക്കുന്നു. അങ്ങനെ നിലപാട് മാറ്റുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ചില അനുരഞ്ജന ചർച്ചകൾ, ചില ഇടപെടലുകളെക്കുറിച്ചൊക്കെ ചർച്ചകൾ വരുന്നത്. പക്ഷേ ഇറാൻ അക്കാര്യവും സ്ഥിരീകരിക്കുന്നില്ല. അമേരിക്ക പറയുന്നത് ഇറാനിലെ ആത്മീയ നേതാവുമായി, പ്രധാനപ്പെട്ട ഒരു ആത്മീയ നേതാവുമായി ചർച്ച നടത്തിയെന്നാണ്. പക്ഷേ ആരാണ് ആ ആത്മീയ നേതാവ് എന്ന കാര്യത്തിൽ പോലും ഇതുവരെ ഒരു വ്യക്തതയില്ല, ഒരു സ്ഥിരീകരണമില്ല. തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥത വഹിച്ചുവെന്ന ചില വിവരങ്ങൾ, അത് സ്വാഭാവികമാണ്. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും ഇറാനെയും അമേരിക്കയും ഇസ്രായേലിനെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അത്തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളുണ്ട്. തുർക്കിയിലൊക്കെ ആത്മീയ നേതാക്കൾ ഉള്ളതാണ്. ആ തരത്തിലുള്ള ചർച്ചകളാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായിരുന്നാലും തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളോട് ചർച്ച നടത്തിയെന്ന കാര്യം അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. വാഷിംഗ്ടൺ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പെൻറ്റഗണുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ വരുന്നുണ്ട്. യുദ്ധത്തിലേക്ക് മാറുന്നതിനുള്ള സാഹചര്യം എന്ത് എന്നതിൽ വിശദീകരിക്കുന്നതിലാണ് ഇത്തരത്തിൽ ചില ചർച്ചകൾ നടന്നു എന്ന സൂചനകൾ നൽകുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ ഇറാൻ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, അമേരിക്കയുടെ കാര്യത്തിൽ അമേരിക്ക വലിയ കുടുക്കിലാണ് വന്ന് പെട്ടിരിക്കുന്നത്. കണ്ണിന് പകരം തലയെടുക്കുന്ന നിലയിലേക്ക് ഇറാൻ മാറും എന്ന കാര്യം കൂടി അരഗാച്ചി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നു. വിദേശകാര്യ വക്താവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നു. അവരുടെ പ്രതിരോധ മന്ത്രി
മുഹസിൻ റൈസായി അദ്ദേഹമാണ് കൂടുതൽ ശക്തമായ പ്രതികരണങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. റൈസായുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പരാമർശം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഗൾഫ് മേഖലയിലെ പൂർണ്ണമായും തകർക്കും എന്ന് തന്നെയാണ്. ഈ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ മറ്റിടങ്ങളുണ്ട്, അതായത് ഈ അറബ് രാജ്യങ്ങളിൽ അമേരിക്ക സ്ഥാപിച്ചിട്ടുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. പൂർണ്ണമായും ആ താവളങ്ങളെ മാത്രമല്ല അത്തരം രാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ കൂടി ആക്രമിക്കും എന്ന നിലയിലാക്കിയാണ് ഇപ്പോൾ. തീർച്ചയായും അതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് വിനോദ്. അതായത് ബഹ്റിനിൽ മിസൈൽ ആക്രമണം ഇറാൻ നടത്തിയെന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഇന്നലെയാണ് ആക്രമണം ഉണ്ടായത്. UAE ബഹ്റിൻ സംയുക്ത സേനയ്ക്ക് നേരെയായിരുന്നു ഈ ആക്രമണം. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. 5 UAE സൈനികർക്ക് പരിക്കേറ്റു. മൊറോക്കൻ പൗരനാണ്, മൊറോക്കൻ സ്വദേശിയായ ഒരു കരാറുകാരനാണ് കൊല്ലപ്പെട്ടത് എന്ന് UAE അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തുണ്ടായ ഈ ആക്രമണത്തെ ധിക്കാരപരമായ ആക്രമണമെന്നാണ് UAE പ്രതിരോധ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. മരിച്ച ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് അനുശോചനമടക്കം അറിയിക്കുകയും ചെയ്തു മന്ത്രാലയം. ബഹ്റിനിലെ UAE സേനാ കേന്ദ്രങ്ങളായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഈ ഇറാന്റെ ലക്ഷ്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനിടയിൽ തന്ത്രപ്രധാനമായ ഇത്തരം കേന്ദ്രങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കുകയും കൂടുതൽ ഇന്റർസെപ്റ്ററുകൾ സ്ഥാപിക്കുകയും ചെയ്തു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ UAEയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ. കാരണം ട്രംപ് യുദ്ധം നിർത്തുമെന്ന് പ്രഖ്യാപിച്ചു, പക്ഷേ അത് സംഭവിക്കുന്നില്ല. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കുമ്പോൾ സമാനമായ തിരിച്ചടി ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുമെന്നായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നു. ബഹ്റിനിലും UAEയിലുമുള്ള പ്രവാസികൾക്ക് ചില അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കാരണം ഔദ്യോഗികമായി ലഭിക്കുന്ന അറിയിപ്പുകൾ മാത്രം ശ്രദ്ധിക്കണമെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങൾ വിശ്വസിക്കരുത് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ജാഗ്രതയിൽ UAE മേഖല പോകുന്നു എന്നുള്ളതും നിർണായകമാണ് വിനോദ്. തീർച്ചയായും രഞ്ജിത്ത്, നമുക്കിവിടെ ഏറ്റവും പ്രധാനമായി കാണാൻ കഴിയുന്നത് ഇറാന്റെ സൈനിക ശേഷിയെ അമേരിക്കയും ഇസ്രയേലും കുറച്ചു കണ്ടു എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടാകുന്നത്. കാരണം വളരെ പെട്ടെന്ന് ഇറാനെ തീർക്കാം, അല്ലെങ്കിൽ ഇറാനെ തച്ചു തകർക്കാം. അവിടുത്തെ പ്രധാന നേതാക്കൾ ആ ദിവസത്തെ യുദ്ധത്തിൽ തന്നെ കൊല്ലപ്പെടുകയാണ്. ഖമനേയി ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട 6ഓളം നേതാക്കളാണ് ആദ്യ ദിവസത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ ലാരിജാനി ഉൾപ്പെടെയുള്ള നേതാക്കളെ കൊലപ്പെടുത്തുന്നു. ഏതാണ്ട് 1 ഡസനിലധികം പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെടുന്നു. അവിടെയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ചില പിഴവുകൾ സംഭവിക്കുന്നത്. ഇങ്ങനെ കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായും ഇറാൻ ഒരു പ്രതിരോധത്തിലേക്ക് പോകുമെന്ന് അവർ കരുതി. പക്ഷേ ഡീഗോ ഗാർഷ്യ ആക്രമിച്ചതോടുകൂടി, അതായത് 4000 കിലോമീറ്റർ അകലെയുള്ള അമേരിക്കയുടെയും UK-യുടെയും സംയുക്തമായുള്ള സൈനിക താവളമാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള കേന്ദ്രമാണ്. അവിടെ മിസൈൽ പതിപ്പിക്കാൻ ഇറാന് കഴിഞ്ഞു എന്നത് തന്നെയാണ് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ച സംഭവം. അത്രയും വലിയ ഒരു സൈനിക ശക്തിയായിരുന്നു ഇറാൻ എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഒരുപക്ഷെ നേരത്തെയൊക്കെ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ വന്നത് ഇറാൻ്റെ പക്കലുള്ള റഡാർ സംവിധാനമൊക്കെ പഴയ റഷ്യയുടെ കൈവശം റഷ്യൻ നിർമ്മിതമായ സംവിധാനങ്ങളാണ്. KS പോലുള്ള ചില റഡാർ സംവിധാനങ്ങൾ. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധം ഇറാന് അധിക ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് ഇറാൻ തകർന്നു വീഴും എന്നൊക്കെയുള്ള ചില വിലയിരുത്തലുകളും അങ്ങനെയുള്ള നിരീക്ഷണങ്ങളുമൊക്കെയാണ് പല കേന്ദ്രങ്ങളിൽ നിന്ന് വന്നത്. പക്ഷേ ഇറാനിൽ വലിയ ആക്രമണം നടക്കുമ്പോഴും ഇസ്രായേലിനെയും അമേരിക്കൻ സേനയും ആക്രമിക്കുന്നതിനോടൊപ്പം തന്നെ UAEയിലും സൗദിയിലും ബഹ്റൈനിലും അടക്കം ഖത്തറിലും ഒമാനിലും കുവൈറ്റിലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ യുദ്ധം നടത്തി എന്നത് മാത്രമല്ല, ആക്രമണം നടത്തി എന്നത് മാത്രമല്ല, അവിടെ നിന്ന് 4000 കിലോമീറ്റർ അകലെയുള്ള സൈനിക കേന്ദ്രത്തിൽ ഡീഗോ ഗാർഷ്യ പോലുള്ള ഒരു കേന്ദ്രത്തിലേക്ക് മിസൈൽ അയച്ച് ലോകത്തെ ഞെട്ടിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരെ നീളുന്ന ദൂരപരിധിയുള്ള മിസൈലുകൾ ഇറാൻ്റെ പക്കലുണ്ട് എന്ന വിലയിരുത്തലുണ്ടാകുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അവിടുത്തെ സൈനിക കേന്ദ്രങ്ങളെ, US-ന്റെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആയുധ സംവിധാനം ഇറാൻ്റെ പക്കലുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് 5 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ എന്ന ഒരു തന്ത്രപരമായ നീക്കത്തിലേക്ക് അമേരിക്ക മാറിയത്. മാത്രമല്ല, ജെറാൾഡ് ഫോർഡ് എന്ന അവരുടെ ഏറ്റവും വലിയ പടക്കപ്പൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി അമേരിക്ക മാറ്റുകയും ചെയ്തു. പകരം ബോക്സർ എന്ന പേരുള്ള മറ്റൊരു പടക്കപ്പലിനെ വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തിൽ 5 ദിവസത്തെ ഈ ഇടവേളയിൽ വളരെ തന്ത്രപരമായി അമേരിക്ക ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് വിനോദ്. അതായത് വീണ്ടും ട്രംപ് സംഘർഷം അവസാനിപ്പിക്കാനായി 15 നിർദ്ദേശങ്ങൾ ഇറാന് മുന്നിൽ വെച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. ഇറാന് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ചാൽ മതിയെന്നാണ് ട്രംപിൻ്റെ വാചകമടി. പക്ഷെ നമുക്കറിയാം
ഇറാൻ ഇതുവരെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ആരാണോ യുദ്ധം തുടങ്ങിയത് അവർ അവസാനിപ്പിക്കട്ടെ എന്നാണ് ഇറാന്റെ ഒഫീഷ്യലായുള്ള പ്രതികരണം പുറത്തു വന്നത്. US-ഉമായി ഒരു ചർച്ചയും നേരിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഇറാൻ ഔദ്യോഗികമായി നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ ബുദ്ധിപൂർവ്വമാണ് സംസാരിക്കുന്നതെന്നും ഇനിയൊരിക്കലും ആണവായുധ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ലെന്ന് അവർ പറഞ്ഞുവെന്നും മറ്റുമാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അതിലൊന്നും സ്ഥിരീകരണമില്ല. ആരുമായി ചർച്ച നടത്തിയെന്ന കാര്യമൊന്നും ട്രംപ് വ്യക്തമാക്കാത്ത പശ്ചാത്തലമുണ്ട്. ഇറാനുമേൽ US ആധിപത്യം നേടിക്കഴിഞ്ഞുവെന്നും US-ന് ഇപ്പോൾ ഇറാനെ എന്തും ചെയ്യാനാകുമെന്നുമൊക്കെയാണ് ട്രംപിന്റെ വാചകമടി. അതേസമയം സ്റ്റീവ് വിറ്റ്കോഫ്, ഈ സമാധാന ചർച്ചകളുടെ പ്രതിനിധികൾ ജെറഡ് കുഷ്ണർ എന്നിവരുമായി ഇറാൻ സമാധാന ചർച്ച നടത്തി എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞു വെക്കുന്നത്. കാരണം ഇറാന് മറ്റ് ലോക നേതാക്കളൊന്നുമില്ല, അവരൊക്കെ മരിച്ചു. ആരാണ് ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് എന്ന് പോലും ഇറാൻ അറിയില്ല എന്നും ഇറാനെ കളിയാക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിൽ ഈ 15 നിർദ്ദേശങ്ങൾ അത് ഇറാൻ അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. അതിലൊന്ന് 3 ആണവ പദ്ധതികളും നിർജ്ജീവമാക്കുക, ബലിസ്റ്റിക് മിസൈൽ നിർമ്മാണ പദ്ധതികൾ ഉപേക്ഷിക്കുക, മേഖലയിലെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കുക, മറ്റൊന്ന് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുക. ഇത്തരത്തിലുള്ള 15ഓളം നിർദ്ദേശങ്ങൾ ഇറാന് മുന്നിൽ വെക്കുകയാണ്. ഇറാൻ ഇത് അനുസരിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. വിനോദ്, ഇതുവരെ ഇത്തരത്തിലുള്ള യാതൊരു നിർദ്ദേശമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടോ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അവർ ആക്രമണം തുടരുകയാണ്. തീർച്ചയായും രഞ്ജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ അതിനൊരു കാരണമാക്കി ഇസ്രായേലും അമേരിക്കയും പറഞ്ഞത് തന്നെ തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടമെന്നാണ്. നമുക്കറിയാം, ഒമാൻ്റെ മധ്യസ്ഥതയിൽ ചർച്ച നടക്കുകയും ഒമാൻ ഔദ്യോഗികമായി ഇത് സമാധാനപരമായി തീരും എന്ന ഒരു ഔദ്യോഗികമായ വാർത്താക്കുറിപ്പൊക്കെ ഇറക്കിയതിന് തൊട്ട് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാന് നേർക്ക് ആക്രമണം ഉണ്ടായത്. അത് തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം എന്ന ഒരു വ്യാഖ്യാനത്തോടെയായിരുന്നു ആക്രമണം തുടങ്ങിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഈ പലസ്തീനിലെ സംഘർഷ സാഹചര്യങ്ങൾ തന്നെയാണ്. അവിടെ ഹമാസിന് ഇറാൻ ഫണ്ട് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു ആരോപണമായി പറയുന്നത്. മറ്റൊന്ന്, ലെബനനിൽ ഉൾപ്പെടെ ഈ ഹൂതികൾ ഉൾപ്പെടെയുള്ള തീവ്രവാദ ശക്തികൾക്ക് ഇറാൻ ഫണ്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളുടെ സ്ഥിരത, സാമ്പത്തിക സ്ഥിരത തകർക്കുന്നതിന്, അവിടുത്തെ രാഷ്ട്രീയ സ്ഥിരത തകർക്കുന്നതിന്, പലതരത്തിലുള്ള അസ്ഥിരതകൾ സൃഷ്ടിക്കുന്നതിന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടാകുന്നു എന്ന ആക്ഷേപം, ഇതിന് സഖ്യരാജ്യങ്ങളുടെ പരാതികളും തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കയും ഇസ്രായേലും പറയുന്നു. സഖ്യരാജ്യങ്ങൾ എന്നത് മിഡിൽ ഈസ്റ്റിലെ തന്നെ മറ്റ് ഇസ്ലാം രാജ്യങ്ങളാണ്. അങ്ങനെയുള്ള രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇറാൻ്റെ ഭാഗത്ത് നിന്നുള്ള ഭീഷണിയുണ്ട് എന്നുള്ള പരാതികൾ വരുന്നു. മാത്രമല്ല, യുറേനിയം സമ്പുഷ്ടീകരണം അത് ഊർജ്ജോൽപാദനവുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് ആണവശക്തിയായി മാറാനുള്ള ഇറാൻ്റെ നീക്കത്തിൻ്റെ ഭാഗമാണെന്ന് സൗദി ഉൾപ്പെടെയുള്ളവർ ബലമായി സംശയിക്കുകയും ഈ ഘട്ടത്തിൽ പോലും സൗദി കിരീടാവകാശി യുദ്ധം നിർത്തരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. മുഹമ്മദ് ബിൻ സൽമാൻ ഇതിനകം ട്രംപുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും യുദ്ധം നിർത്തരുത് എന്ന് മാത്രമല്ല, കരയുദ്ധം നടത്തണമെന്ന ആവശ്യം കൂടി സൗദി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അവിടുത്തെ ഷിയ സുന്നി തർക്കങ്ങൾ കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ വംശീയമായ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് സാമ്പത്തിക അസ്ഥിരത ഉണ്ടാക്കുന്നുവെന്ന വലിയ പരാതി നിലനിൽക്കുന്നു. ഹോർമുസ് അടച്ചതോടുകൂടി ഇറാൻ അങ്ങനെ ഒരു ശക്തമായ നടപടിയിലേക്ക് പോയതോടുകൂടി അവിടം വഴി എണ്ണ വിൽപ്പന നടത്തിയിരുന്ന മറ്റ് രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ വലിയ ഉൽപ്പാദക രാജ്യമാണ് സൗദി അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. കുവൈറ്റിനും ഖത്തറിനും അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയാണ്. UAEക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. ദുബായും അബുദാബിയും ഉൾപ്പെടുന്ന മേഖല, ആ അറബ് മേഖല, UAE അടക്കമുള്ള ആ പ്രദേശങ്ങൾക്ക് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് യുദ്ധം നിർത്തരുത് എന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നത്. തീർച്ചയായും ഇതിനിടയിൽ പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക ആയിരക്കണക്കിന് സൈനികരെ വിന്യസിക്കാൻ ഒരുങ്ങുന്നുവെന്ന വിവരം കൂടി ഇപ്പോൾ റോയിട്ടേഴ്സ് പുറത്തുവിടുന്നുണ്ട്. അമേരിക്കൻ സേനയിലെ എലൈറ്റ് വിഭാഗമായ 82ാം എയർബോൺ ഡിവിഷനിൽ നിന്നുള്ള ആയിരക്കണക്കിന് സൈനികരെ പശ്ചിമേഷ്യയിലേക്ക് അയക്കാൻ പെന്റഗൺ പദ്ധതിയിടുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇറാനുമായുള്ള ചർച്ചകൾക്ക് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വൻതോതിലുള്ള സൈനിക വിന്യാസം. അത് കനത്ത ആശങ്കയ്ക്ക് ഇട നൽകുന്നുണ്ട്, സംശയമില്ല. പശ്ചിമേഷ്യയിൽ ഇവരെ എവിടെയാണ് വിന്യസിക്കുക എന്നോ ഇവർ എപ്പോഴേക്ക് അവിടെ എത്തിച്ചേരുമെന്നോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയൊന്നുമില്ല. പക്ഷേ റോയിട്ടേഴ്സ് പറയുന്നത് നോർത്ത് കരോലിനയിലെ ഫോർട്ട് ബ്രാഗ് കേന്ദ്രീകരിച്ച് നിലവിൽ ഈ സൈനികർ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വൈറ്റ് ഹൗസ് മറുപടി നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ട് വിശദമാക്കുന്നുണ്ട്. അതായത് നിലവിൽ തീരുമാനം അത്തരത്തിൽ എടുത്തിട്ടുണ്ട് എന്നൊരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ മേഖലയിൽ കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ അമേരിക്ക ഒരുക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ആഴ്ചയാണ് USS
ബോക്സർ എന്ന യുദ്ധക്കപ്പലിലും അനുബന്ധ കപ്പലിലുമായി ആയിരക്കണക്കിന് മറീനുകളും നാവികരും മറ്റും ഈ പ്രദേശത്തേക്ക് വരികയും മറ്റും ചെയ്തത്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്തുണ്ടാകുന്ന എന്തിന്റെ മുന്നോടിയായാണ് എന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ സംശയിക്കുന്നത്. കാരണം യുദ്ധം ഒരാൾ തുടങ്ങി വെക്കുന്നു, അതിനുശേഷം അത് അവസാനിപ്പിക്കുന്നു, ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നു. പക്ഷേ സൈനിക വിന്യാസം കൂടി നടത്തുമ്പോൾ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. മറ്റൊരു വിവരമായി പുറത്തുവിടുന്നത് ഇസ്ലാമാബാദിൽ ചർച്ചകൾക്കുള്ള വേദി ഒരുങ്ങുന്നു എന്നുള്ള വിവരം കൂടിയാണ്. അതായത് പാകിസ്ഥാൻ US ഇറാൻ ചർച്ചയ്ക്ക് വേദി ഒരുക്കാൻ തയ്യാറാണെന്നാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ല എന്നും വിവരമുണ്ട്. പക്ഷെ അപ്പോഴും അമേരിക്കയുടെ ചില ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിലേക്ക്, ഉദാഹരണമായിട്ട് US വൈസ് പ്രസിഡന്റ് JD വാൻസും മറ്റും ഇസ്ലാമാബാദിലേക്ക് പോയി എന്ന വിവരം അടക്കം പുറത്തു വരുന്നുണ്ട്. അസിം മുനീറിനെ ഇതിനിടയിൽ ട്രംപ് വിളിച്ച് ഇത്തരം കാര്യങ്ങളിൽ ചില ക്ലാരിഫിക്കേഷൻസ് വരുത്തി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പലതരങ്ങളിലുള്ള ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്ന് പ്രധാനമാണ്. അത്തരമൊരു ചർച്ച ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാറായിട്ടുണ്ടോ വിനോദ്? രഞ്ജിത്ത്, ഷഹബാസ് ഷരീഫ് അദ്ദേഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വേഗത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദ്രുതഗതിയിൽ പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പാകിസ്ഥാന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു തീവ്രവാദ രാജ്യം എന്ന പ്രതീതിയുണ്ട്. പലപ്പോഴും ഇന്ത്യയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ, അഫ്ഗാന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ, അവിടുത്തെ വിമോചന പോരാളികളുണ്ട്, ബലൂചിസ്ഥാൻ പോരാളികളുണ്ട്, അവർക്കെതിരെ അല്ലെങ്കിൽ ആ ഗോത്ര വിഭാഗങ്ങൾക്കെതിരെ അവർ താമസിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ പാക് സൈന്യമോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്പോൺസേഡ് ചെയ്യുന്ന തീവ്രവാദ ശക്തികളോ നടത്തുന്ന ആക്രമണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യാവകാശ പ്രവർത്തകരും അങ്ങനെയുള്ള ലോക രാഷ്ട്ര സംഘടനകളും എന്തിന് അന്തർദേശീയ സമൂഹം പോലും ഒരു തീവ്രവാദ രാജ്യമായി അമേരിക്കയെ മുദ്ര കുത്തുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെ മറികടക്കുന്നതിന് പാകിസ്ഥാന് മുന്നിലുള്ള ഒരു വഴിയായി, ഒരു തുറുപ്പ് ചീട്ടായി അവർ ഈ സാഹചര്യത്തെ കാണുന്നുണ്ട്. യുദ്ധം തുടങ്ങിയത് മുതൽ ഇറാൻ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. US കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ US-ൻ്റെ അംബാസഡർ, ആ ഔദ്യോഗിക ഓഫീസ് അടക്കമുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന നിലയിലേക്ക്, അവരുടെ കോൺസുലേറ്റുകൾ ആക്രമിക്കുന്ന തരത്തിലേക്ക് പാകിസ്ഥാനിൽ ജനങ്ങൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങുന്ന ഒരു നിലയുണ്ടായി. എന്നാൽ പാകിസ്ഥാൻ അമേരിക്കയുമായി ഒരു സൗഹൃദം പങ്കുവെക്കുന്നുമുണ്ട്. അത് പലപ്പോഴും ഇന്ത്യ ശക്തമായ നിലപാട് തീവ്രവാദത്തിനെതിരെ എടുക്കുമ്പോൾ പാകിസ്ഥാനെ സഹായിക്കുന്ന ട്രംപിൻ്റെ, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നേരത്തെ ഈ താരിഫിൻ്റെ കാര്യത്തിലൊക്കെ തരാതരം പോലെ നിലപാട് മാറ്റുന്ന ആളാണ് ട്രംപ് പലപ്പോഴും പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. അത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരത കണ്ടു തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ പലപ്പോഴും വഴിവിട്ട ബന്ധം പാകിസ്ഥാനുമായി സൃഷ്ടിച്ചിട്ടുള്ള ട്രംപ് ഇക്കാര്യത്തിൽ ഇറാനുമായുള്ള ഒരു ചർച്ചയ്ക്ക് ഇസ്ലാമാബാദിനെ വേദിയാക്കുന്നുവെന്ന വിവരമാണ് പുറത്തു വരുന്നത്. അവിടെയാണ് JD വാൻസ് ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ പ്രതിനിധികൾ, കുഷ്ണർ ഉൾപ്പെടെ ഈ യുദ്ധരംഗത്ത് അവരുടെ നയതന്ത്ര ചർച്ചകൾ നടത്തുന്ന ആളുകൾ പാകിസ്ഥാനിലേക്ക് വരുന്നു. അസം മുനീർ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയാണ്. അസം മുനീറുമായി ചർച്ച നടത്താനുള്ള സാധ്യതകൾ, മാത്രമല്ല ട്രംപ് അസം മുനീറുമായി ആശയവിനിമയം നടത്തിയെന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ ഒരു വശത്ത് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള ചില ഒത്തുതീർപ്പ് സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഇറാനുമേൽ ചില സമ്മർദ്ദങ്ങൾ, അത് രഞ്ജിത്ത് പറഞ്ഞ പ്രകാരം തന്നെ ഹോർമുസിൽ ഉള്ള ഇറാൻ്റെ നിയന്ത്രണം അത് കുറയ്ക്കുക, അവിടെയാണ് അമേരിക്കയുടെ കച്ചവടക്കണ്ണ് വരുന്നത്. ട്രംപിൻ്റെ തന്നെ ഒരു പരാമർശം, ഈ ഹോർമുസിൽ ഇനി ഞങ്ങളും ഇറാനുമായി കച്ചവടം നടത്തും അല്ലെങ്കിൽ നിയന്ത്രിക്കും എന്ന് ട്രംപ് പറയുമ്പോൾ ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടമെന്ന് പറയുമ്പോഴും ഹോർമുസ് കടലെടുക്കുന്ന സമ്പത്ത് നിറഞ്ഞ ഒരു കേന്ദ്രം തന്നെയാണ്. അവിടുത്തെ വാണിജ്യം പിടിക്കുക എന്നത് തന്നെയാണ് അമേരിക്കയുടെ തന്ത്രം. ഇറാനുമേൽ വലിയ സമ്മർദ്ദ ശക്തിയായി മാറി അവിടുത്തെ വാണിജ്യം, അതിൻ്റെ നിയന്ത്രണം കൈയടക്കുക എന്നൊരു തന്ത്രമാണ് അമേരിക്ക പയറ്റുന്നതെന്ന് വളരെ വ്യക്തമായി ഇപ്പോൾ പുറത്തു വരികയാണ്. അതിനപ്പുറത്തേക്കാണ് ഈ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് ഹമാസിനും ഹൂതികൾക്കുമൊക്കെ തന്നെ ഈ പണം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യം ഒരു വശത്തുകൂടി ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, സഖ്യരാഷ്ട്രങ്ങളെ ആക്രമിക്കരുത് എന്നതാണ്. അത് നമുക്കറിയാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൗദിയും കുവൈറ്റും ഖത്തറും UAE രാഷ്ട്രങ്ങളും ഒമാനും അടക്കമുള്ള ബഹ്റൈനും അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. അമേരിക്കയ്ക്ക് സൈനിക താവളം തുറക്കാൻ കേന്ദ്രങ്ങൾ നൽകിയ രാജ്യങ്ങളുണ്ട്. ഇവരെ ഒന്നും തന്നെ ആക്രമിക്കരുത് എന്ന ഒരു കണ്ടീഷൻ മുന്നോട്ട് വയ്ക്കുന്നു. അതിനുള്ള ഇടനില ചർച്ചയ്ക്കായി പാകിസ്ഥാനെ സമീപിക്കുന്നു എന്നുള്ള വാർത്തകൾ. അവിടെയാണ് ഇന്ത്യയും തുർക്കിയും ഉത്തര കൊറിയയും ഒമാനും ഒക്കെ ഉള്ള രാജ്യങ്ങൾ ഇതിനകം തന്നെ ഇതിൽ ഒരു സമവായ ചർച്ചകൾക്കുള്ള പാത തുറക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതകൾ തേടിയിരുന്നു. ഇരു രാജ്യങ്ങളുമായി, രാഷ്ട്രത്തലവന്മാരുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഇതൊരു
ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകാൻ മറ്റ് രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ വളരെ വേഗത്തിൽ ഇതിൽ ഇടപെടുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ രണ്ട് രാജ്യങ്ങളുമായി സംസാരിക്കുന്നു. ഇറാനുമായി ഏതാണ്ട് 1000 കിലോമീറ്റർ അതിർത്തി പാകിസ്ഥാൻ പങ്കിടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിഷയം. പാകിസ്ഥാന് നമുക്കറിയാം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യമാണ്. ഇതിനിടെ ഇത്തരമൊരു ശ്രമം അത് നമുക്കിപ്പോൾ ട്രംപിനെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ട്രംപിന്റെ പ്രീതി പറ്റിക്കൊണ്ട് ഇത്തരമൊരു ശ്രമം നടത്തുകയാണെങ്കിൽ അത് അവരുടെ പല ആവശ്യങ്ങളും നിറവേറ്റാനുള്ള ഒരു മാർഗം കൂടിയായി മാറും എന്നുള്ള ഒരു വിശ്വാസം കൂടി പാകിസ്ഥാന് പിന്നിലുണ്ട്. അല്ലാതെ വളരെ ധൃതി പിടിച്ച് ഇത്തരമൊരു മധ്യസ്ഥ ചർച്ചയ്ക്ക് പാകിസ്ഥാൻ മുൻകൈ എടുക്കുന്നതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങൾ നമുക്ക് കരുതാനാവില്ല. അതൊരു സമാധാനത്തിലുള്ള ശ്രമമല്ല, മറിച്ച് അവരുടെ രാജ്യത്തിന് ഗുണമുണ്ടാകുന്ന തരത്തിൽ ഇത് പരുവപ്പെടുത്തിയെടുക്കുക എന്നൊരു രീതി കൂടി പാകിസ്ഥാൻ ഉണ്ട് എന്നാണ് വിനോദ് പറയുന്നത്. മറ്റൊരു വിവരം, ഇറാനെതിരെ സൈനിക നീക്കം തുടരാൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ US പ്രസിഡന്റ് ട്രംപിനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും US-നെ സ്ഥിരമായി സമ്മർദ്ദം ചെലുത്തുകയാണ് സൗദി എന്ന വിവരമാണ്. ഈ സംഘർഷം ഈ മേഖലയെ പുനർനിർമ്മിക്കുന്നതിനുള്ള നിർണായക നിമിഷമാണെന്നും ഇറാനെതിരെ ആക്രമണം തുടരണമെന്നുമാണ് സൗദിയുടെ നിലപാട്. സംഘർഷം 4ാമത്തെ ആഴ്ച പിന്നിടവേ ട്രംപ് ഇറാനുമായി താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാനെതിരെ സമ്മർദ്ദം തുടരാൻ ഈയിടെയുള്ള കൂടിക്കാഴ്ചയിൽ സൗദി കിരീടാവകാശി ട്രംപിനോട് ആവശ്യപ്പെട്ടു. അതായത് പശ്ചിമേഷ്യയെ പുനർനിർമ്മിക്കുക, ഇതിനുള്ള ചരിത്രപരമായ അവസരമാണ്. ഒപ്പം അവിടുത്തെ ഭരണകൂടത്തെ പിന്തള്ളുക, ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ ദീർഘകാലമായി ഉയർത്തുന്ന ഭീഷണി ഇല്ലാതാക്കുക, ഒപ്പം നിലവിലെ സർക്കാരിനെ ഒഴിവാക്കുക. ഇതൊക്കെയാണ് സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നേരിട്ട് US-നോട് ആവശ്യപ്പെട്ടത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതും നിർണായകമാണ്. നമുക്കറിയാം വിനോദ്, സൗദി തന്ത്രപരമായ പങ്കാളിയാണ് US-ൻ്റേത്. അപ്പോൾ യുഎസിൻ്റെ സേനാത്താവളങ്ങളടക്കം സൗദി അറേബ്യയിലുണ്ട്. അപ്പോൾ US-ന് സൗദിയുടെ ഈ ആവശ്യം അത്ര പെട്ടെന്ന് പുറന്തള്ളാൻ സാധിക്കില്ല. ഇറാനെ തീർക്കുക എന്നുള്ള നിർദ്ദേശം സൗദി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം ഈ 5 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ എന്ന് പറയുമ്പോഴും ആ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്യാതെ സൗദി മാറി നിൽക്കുകയാണ്. യുദ്ധം തുടരണം എന്ന് മാത്രമല്ല സൗദി ആവശ്യപ്പെടുന്നത്. മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം കിരീടാവകാശിയാണ്. അദ്ദേഹം പറയുന്നത് അവിടുത്തെ ഭരണാധികാരിയാണ്. അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും ഈ യുദ്ധം നിർത്തരുത് എന്ന് മാത്രമല്ല, കരയുദ്ധം നടത്തണമെന്നാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ സേനാ വിഭാഗമായ എലിറ്റ് വിഭാഗമായ 82ാം എയർബോൺ ഇറാന് തീരത്തേക്ക് വരുന്നു എന്ന വിവരമാണ്. പക്ഷേ ഇറാനിൽ പ്രവേശിക്കില്ല എന്ന വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെൻറ്റഗണിൽ നിന്നൊക്കെയുള്ള വിവരം അങ്ങനെയാണ്. ആ തരത്തിൽ അവർ പ്രവേശിച്ചേക്കില്ല എന്ന സൂചനകളുണ്ട്. പക്ഷേ കരയുദ്ധത്തിൻ്റെ സാധ്യതകൾ തള്ളുന്നില്ല. നേരത്തെ ട്രംപ് പുറത്തിറക്കിയ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ, ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം പുറത്തിറക്കിയതിൽ പറയുന്നത് ഇറാൻ്റെ സകല സേനാ വിഭാഗങ്ങളെയും തകർത്തുവെന്നാണ്. അവരുടെ നാവിക, വ്യോമ, കര സംവിധാനങ്ങളെ മുഴുവൻ, അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ തകർത്തു തരിപ്പണമാക്കി എന്നൊരു അവകാശവാദമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ കരയുദ്ധത്തിൻ്റെ സാധ്യതകൾ നേരത്തെ തള്ളിയിരുന്നു. പക്ഷേ പറയുന്നത് ട്രംപ് ആയതുകൊണ്ട് നമുക്കത് അങ്ങനെ കാണാനേ കഴിയൂ. അതുകൊണ്ട് കരയുദ്ധത്തിനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു ആവശ്യമാണ് സൗദി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ വാണിജ്യപരമായ ഒരുപാട് കാര്യങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ട് രഞ്ജിത്ത്. കാരണം ഹോർമൂസ് വഴിയുള്ള ഗതാഗതത്തിൽ തടസ്സമുണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന നഷ്ടം വലിയ തോതിൽ ബാധിക്കുന്നത് സൗദി പോലൊരു രാജ്യത്തെയാണ്, വലിയൊരു രാജ്യത്തെയാണ്. അവർ ഈ എണ്ണോൽപാദനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു രാജ്യമാണ്. ഇറാനെ പോലെ തന്നെ അത്ര കണ്ട് ശക്തമായ ഒരു രാജ്യമാണ്. അവർക്കുണ്ടാകുന്ന നഷ്ടം ചെറുതല്ല. നമ്മൾ പറയും ദുബായ് ഒക്കെയാണ് ലോകത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ അവരുടെ ഒരു സാമ്പത്തിക സ്രോതസ്സൊക്കെ അടങ്ങിയിരിക്കുന്നത് സൗദിയിൽ നിന്നാണ്. സൗദിയിൽ നിന്നുള്ള വലിയ സമ്പത്ത് UAE-യിലൊക്കെ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് സൗദി ഒരു വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ്. സൗദിക്ക് മേലുള്ള അങ്ങനെ നിയന്ത്രണങ്ങൾ, കച്ചവടത്തിന് മേൽ വരുന്ന നിയന്ത്രണങ്ങൾ, ഉപരോധങ്ങൾ, തടസ്സങ്ങൾ, ഇതെല്ലാം തന്നെ മറ്റ് രാജ്യങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഇറാൻ്റെ നിലപാടുകൾ സൗദി ചോദ്യം ചെയ്യുന്നത്. ബഹ്റൈനിലേക്കുള്ള പാലം തകർക്കുമെന്ന ഇറാൻ്റെ ഭീഷണി നേരത്തെ വന്നിരുന്നു. അങ്ങനെയെങ്കിൽ കനത്ത തിരിച്ചടി നേരിടുമെന്ന വെല്ലുവിളി തിരികെ സൗദിയുടെ ഭാഗത്ത്. സാഹചര്യം സൗദിയുടെ നിലപാട് വ്യത്യസ്തമാണ്. ലോകരാജ്യങ്ങളൊക്കെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ സൗദി അറേബ്യ അത്തരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. 3 ആഴ്ചയായി തുടർന്ന യുദ്ധം ലോകത്താകെ ഊർജ്ജ പ്രതിസന്ധിക്കിടയാകുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷവും ഹോർമുസ് കടലിടുക്ക് തുറക്കേണ്ടതിന്റെ ആവശ്യകതയും സംബന്ധിച്ച് ചർച്ച നടത്തിയെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരിക്കുന്നത്. സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ ശ്രമങ്ങൾ തുടരുമെന്നും മോദി പറഞ്ഞു. ഒപ്പം ഈ ഹോർമുസ് തുറക്കണം എന്ന ട്രംപിന്റെ നിലപാടിനോട് മോദി യോജിപ്പറിയിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാകേണ്ടത്.
അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പിന്മാറ്റം ഇപ്പോൾ നമുക്കറിയാം, യുദ്ധത്തിൽ നിന്ന് ഇടയ്ക്ക് പിന്മാറുന്നു എന്ന് പറയുന്നു. അത് പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന കാര്യം പരമപ്രധാനമായ ഒന്നാണ്. അതിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില വിലയിരുത്തലുകൾ വരുന്നത്, നമുക്കറിയാം ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇറാൻ്റെ കിരീടം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഖാർഗ് ഐലൻഡ്, ഖാർഗ് ദ്വീപ്. അത് പിടിച്ചെടുക്കാൻ US സൈന്യത്തിന് കൂടുതൽ സമയം നൽകാനാണോ ഈ സാവകാശം എന്നാണ് സംശയിക്കപ്പെടുന്നത്. ഇറാൻ തീരത്ത് നിന്ന് 15 മൈൽ അകലെയുള്ള 5 മൈൽ നീളമുള്ള ഒരു ദ്വീപ്, അവിടെ ക്രൂഡ് ഓയിൽ കയറ്റുമതിൽ 90% കൈകാര്യം ചെയ്യുന്നു ഇറാൻ്റെ. യുദ്ധത്തിനുള്ള പണം കടത്താൻ ഇറാനെ സഹായിക്കുന്ന പ്രധാന സ്രോതസ് അതാണ്. ഇതിനോടകം തന്നെ 2200 സൈനികരടങ്ങുന്ന 31ാമത് മറൈൻ എക്സ്പെഡിഷൻസിനെ ട്രംപ് ഈ മേഖലയിലേക്ക് അയച്ചു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് അങ്ങനെ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നതിലൂടെ കൂടുതൽ സേനാ അംഗങ്ങളെ അങ്ങോട്ട് അയക്കുക എന്നുള്ള തന്ത്രമാണോ ട്രംപ് പയറ്റത് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ USS ട്രിപ്പോളി, USS സാൻഡിഗോ, USS ന്യൂ ഓർലിയൻസ് എന്നീ കപ്പലുകൾ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്ന വിവരങ്ങളും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ USS ബോക്സറിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു വൻ സൈനിക വ്യൂഹവും കൂടി പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി നീങ്ങുന്ന പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ ഇറാൻ്റെ കിരീടത്തെ, ഖാർഗ് ദ്വീപിനെ പിടിച്ചെടുക്കാനുള്ള ട്രംപിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമാണോ എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്.